റോട്ടറി ക്ലബ്ബ്, ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അശ്വമേധം 6.0യുടെ സ്ഥാപനതല ഉദ്ഘാടനവും വാളണ്ടിയർ പരിശീലനവും സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് IAS ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോൺ കുര്യൻ സ്വാഗതവും ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ, ആന്റണി മലയിൽ, അസിസ്റ്റന്റ് റോട്ടറി ക്ലബ്ബ് ഗവർണർ K ചെറിയാൻ, അസിസ്റ്റന്റ് ഗവർണർ ജോജി സുരേഖ് എന്നിവർ ആശംസകളും പറഞ്ഞു. ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. ഫെബ്രുവരി 12 വരെ വനിതാ ശിശു ആശുപത്രിയുടെ പ്രദേശത്തുള്ള മുഴുവൻ വാർഡുകളിലും നടക്കും. ക്യാമ്പയിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച വാളണ്ടിയർമാർ ക്യാമ്പയിൻ കാലയളവിൽ വീടുകളിലെത്തും. കുഷ്ഠരോഗ ബോധവൽക്കരണം, പ്രാഥമിക പരിശോധന, രോഗബാധിതർക്ക് വിദഗ്ധ പരിശോധന, ചികിത്സ എന്നിവയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം. 2 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരിലും ത്വക്ക് പരിശോധനയും നടത്തും. ജില്ലയിലെ മുഴുവൻ വീടുകളും അതിഥി തൊഴിലാളികളുടെ സ്ഥലങ്ങളും സന്ദർശിക്കും. S ജയകൃഷ്ണൻ, KM ലത എന്നിവർ പ്രസംഗിച്ചു. മറ്റ് സാമൂഹ്യ സംഘങ്ങൾക്ക് എല്ലാവരെയും ഒരു ബോധവൽക്കരണം നടത്തുകയും ഇതിലൂടെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രതികരണങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ റോട്ടറി ക്ലബിനെ പറ്റി ഒരു വാക്ക് പറയാനുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചുള്ള വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ ഇതിൽ ഏറ്റെടുക്കുന്നതിലൊക്കെ സപ്പോർട്ടായിട്ട് സെക്രട്ടറിയേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ T രാജൻ ഉൾപ്പെടെ ഒരു വിവിധ ചർച്ചകളാണ്. അപ്പോൾ തലമുറയ്ക്ക് ഏറ്റവും വലിയ വിഷയമാണ് നമ്മുടെ വളരെയധികം മാറി. നമ്മൾ ഇല്ലാതാക്കിയിരുന്ന പല രോഗങ്ങളും പുതിയ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അത് നമ്മുടെ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്ന ജനങ്ങളുടെ ഒരു ബാഹുല്യം മൂലവും അതേപോലെ തന്നെ നമ്മുടേതായ നമ്മൾ യാത്ര ചെയ്യുന്ന ശീലങ്ങളും ഒക്കെ വളരെയധികം കൂടിയത് കൊണ്ടാണ് നമുക്ക് ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ലെപ്രസിയെ പറ്റി നമുക്ക് എല്ലാവർക്കും ആദ്യം 2 വാക്ക് പറയാൻ എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മൾ വളരെയധികം താമസിച്ച് മാത്രം കണ്ടെത്തുന്ന ഒരു രോഗമാണ്. കാരണം അത് നമുക്ക് വേദനയോ വിഷമങ്ങളോ ഒന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ചില ചേഞ്ചസുകളെ നമ്മളങ്ങ് അത് ഒരു നോർമലാണ് എന്ന മട്ടിൽ നമ്മൾ കണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു കുടുംബത്തിനും അദ്ദേഹം പകർത്തുന്നത് വഴി ബാക്കിയുള്ളവർക്ക് കിട്ടുന്നവർക്ക് ഒരിക്കലും അത് വളരെ ഇഷ്യൂസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാനായി നമ്മൾ അശ്വമേധം പരിപാടി കണ്ടുപിടിച്ചിരിക്കുന്നത്.